ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിരവധി ട്വിസ്റ്റുകൾ ബിഗ് ബോസ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ കൊണ്ടുവരുന്നതാണ് കണ്ടത്. ശനിയാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിലൂടെ കോമണറായി എത്തിയ നന്ദനയാണ് പുറത്തായത്. തുടക്കത്തിൽ നല്ല സ്ട്രോങ് ആയിട്ട് വന്ന മത്സരാർത്ഥിയായിരുന്നു നന്ദന. വന്ന സമയമുള്ള ജാസ്മിനുമായുള്ള തർക്കം മുതൽ ഏറ്റവും ഒടുവിൽ ഫാമിലി വീക്ക് വരെ നന്ദന ഹൗസിൽ വളരെ ആക്റ്റീവായി നിന്നിരുന്നു. എന്നാൽ സിജോ, സായ്, അഭിഷേക് തുടങ്ങിയവരുമായി ഒരു ഏട്ടൻ അനിയത്തി കോംബോ കളിക്കാൻ തുടങ്ങിയതോടെയാണ് നന്ദനയ്ക്ക് നെഗറ്റീവ് ലഭിക്കാൻ കാരണമായത്. ഈ എവിക്ഷൻ പോലും അതിന്റെ പരിണിത ഫലമാണെന്ന് പറയുന്നവരും ഏറെയാണ്. ഇനി 84-ാം ദിവസം സൺഡേ വീക്കെൻഡ് എപ്പിസോഡ്. ശനിയാഴ്ചത്തെ പോലെ തന്നെ അടുത്ത ദിവസവും ഒരു എവിക്ഷൻ പ്രതീക്ഷിച്ചവർക്ക് സത്യത്തിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഉണ്ടായത്. അതിന്റെ കാരണം തന്നെ ബിഗ് ബോസ് എവിക്ഷനിൽ കൊണ്ടുവന്ന ഒരു ട്വിസ്റ്റ് ആയിരുന്നു. എവിക്ഷന്റെ പ്രമോ വീഡിയോ വന്നപ്പോൾ മുതൽ നോറയാണോ ഋഷിയാണോ പുറത്താകുന്നതെന്നുള്ള ചർച്ചകൾ നടന്നിരുന്നു. എവിക്ഷൻ ബിഗ് ബോസ് പ്രഖ്യാപിച്ചപ്പോൾ ഏവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ നോറയാണ് പുറത്തായത്. എന്നാൽ അവിടെയാണ് ഒരു ട്വിസ്റ്റ് ബിഗ് ബോസ് കൊണ്ടുവന്നത്. എവിക്റ്റായി നോറ നേരെ പോയത് സീക്രട്ട് റൂമിലേക്കാണ്. എന്നാൽ ഈ അവസാന നിമിഷത്തിൽ എന്തിനാണ് ബിഗ് ബോസ് ഇത്തരത്തിൽ സീക്രട്ട് റൂം എന്നുള്ള ഒരു പരീക്ഷണം നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമല്ല. ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഹൗസിനെ ചലനാത്മകമാക്കാൻ ബിഗ് ബോസ് പരീക്ഷിക്കുന്ന പല മാർഗങ്ങളിലൊന്നാണ് മത്സരാർത്ഥികളുടെ സീക്രട്ട് റൂം മാസം. എന്നാൽ സീസൺ അവസാനിക്കാൻ കഷ്ടിച്ച് 2 ആഴ്ചകൾ മാത്രം ശേഷിക്കെ ബിഗ് ബോസ് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മത്സരാർത്ഥി സീക്രട്ട് റൂമിൽ പ്രവേശിക്കപ്പെടുന്നത്. ഇതിന് ഇത്തവണ നറുക്ക് വീണത് നോറയ്ക്കാണ്. മുൻ സീസണുകളിൽ സീക്രട്ട് റൂമിൽ പോയി മടങ്ങി വന്ന പല മത്സരാർത്ഥികളും തങ്ങളുടെ സ്ട്രാറ്റജികൾ അടിമുടി മാറ്റിയിട്ടുണ്ട്. സഹമത്സരാർത്ഥികളുടെ സംസാരവും സ്ട്രാറ്റജികളും പരസ്പരമുള്ള വിലയിരുത്തലുകളും ഗെയിം പ്ലാനിങ്ങും ഒക്കെ കേൾക്കാമെന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ് തന്നെ. ഹൗസിൽ തിരിച്ചെത്തുമ്പോൾ കൂടുതൽ കരുത്ത് നേടാനും സ്വന്തം ഗെയിം പ്ലാനിങ്ങിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ചിന്തിക്കാനുമുള്ള വലിയ അവസരമാണ് ഒരു മത്സരാർത്ഥിക്ക് സീക്രട്ട് റൂമിലൂടെ ബിഗ് ബോസ് നൽകുന്നത്. എന്നാൽ ഫിനാലേക്ക് 2 ആഴ്ച മാത്രമാണ് അവശേഷിക്കുന്നത് എന്നതിനാൽ നോറയുടെ സീക്രട്ട് റൂം മാസം എന്തിനാണെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. വീക്കെൻഡ് എപ്പിസോഡ് അവസാനിക്കുമ്പോൾ പോലും ലാലേട്ടനോ ബിഗ് ബോസോ അക്കാര്യത്തിൽ ഒന്നും പറഞ്ഞതുമില്ല. മാത്രമല്ല നോറയുടെ എവിക്ഷനിൽ കൊണ്ടുവന്ന ട്വിസ്റ്റും ടിക്കറ്റ് ഫിനാലയുടെ ചർച്ചകളും രസകരമായി ലാലേട്ടൻ നടത്തിയ ഗെയിമുകളും മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് പോലും. ടിക്കറ്റ് ഫിനാലെ മുഖമുദ്ര ടാസ്കിനിടയിലുണ്ടായ ജിൻഡോ അഭിഷേക് വഴക്ക് ലാലിനോട് പറഞ്ഞു പോയതല്ലാതെ കാര്യമായി ഒന്നും സംസാരിച്ചില്ല. സീസൺ അവസാന ഘട്ടത്തിലേക്ക് പോയതുകൊണ്ടാകാം അത്തരത്തിൽ കയ്യാങ്കളിയിലേക്ക് എത്തിയതിൽ പലതും ചർച്ചയാകാതെ പോയത്. അതേസമയം ബിഗ് ബോസ് സീസൺ 6 2 ആഴ്ച മാത്രം അവശേഷിക്കുമ്പോൾ 9 മത്സരാർത്ഥികൾ ഇപ്പോഴും ഹൗസിൽ അവശേഷിക്കുകയാണ്. ഇപ്പോഴുള്ള 9 മത്സരാർത്ഥികളിൽ ശ്രീതു, സായി എന്നിവരെ ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാവരും ഫൈനൽ 5ലേക്ക് ഏറിയോ കുറഞ്ഞോ സാധ്യതയുള്ളവരാണ്. ജിൻഡോ, ജാസ്മിൻ, അഭിഷേക് എന്നിവരാണ് ഇതിനകം ഫൈനൽ 5ലേക്ക് ഏറെക്കുറെ ഉറപ്പിച്ച മത്സരാർത്ഥികൾ. ഇനി നടക്കാൻ പോകുന്നത് പണപ്പെട്ടി ടാസ്ക് ആണ്. നിലവിൽ മത്സരാർത്ഥികൾ തമ്മിൽ പണപ്പെട്ടി ടാസ്കിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ലൈവിൽ പോലും നിരന്തരം നടക്കുന്നത്. കഴിഞ്ഞ സീസണിൽ നാദറയ്ക്ക് കിട്ടിയ സൗഭാഗ്യം ഇത്തവണ ആർക്കായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.